ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്ന് ഹോം വ്ലോഗാണ്. നമുക്ക് നമ്മൾ ബേബീസിനെ ക്ലാസ്സിൽ കൊണ്ട് വിടാൻ പോവാണ്. ഗുഡ് മോർണിംഗ് പറഞ്ഞു ബേബീസ്. ഗുഡ് മോർണിംഗ്. ഇവിടെ നോക്കി പറഞ്ഞു രണ്ടുപേരും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിൽ കൊണ്ട് ബേബീസിനെ വിട്ടിട്ട് നമുക്ക് വീട്ടിൽ വന്നിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്. എവിടെയാ നമ്മുടെ ലക്കി ബേബി നിൽക്കുന്നത്? ഞാൻ ലക്കി വരുവാണ് സ്കൂളിലാക്കാനായിട്ട്. കണ്ട ലക്കി ആന്റണി ജോജിയുടെ ഫേവറേറ്റ് ആണ് ലക്കി. അവർക്കായിട്ട് വാങ്ങിച്ച അവർക്കായിട്ട് വാങ്ങിച്ച പപ്പിയാണിത്, ലക്കി ബേബി. ഓക്കെ പോവാം നമുക്ക്. ഓക്കെ വെരി ഗുഡ്. അപ്പോൾ ലക്കി മടിയിരുന്ന് കേട്ടോ, മടിയിലിരുന്നോട്ടെ. ജസ്റ്റ് ലീവ് ഇറ്റ്. ഇനി തൊടാൻ പാടില്ല, പപ്പിനെ തൊടാൻ പാടില്ല. ലക്കി ബേബി അവിടെ ഇരുന്നു ലക്കി ബേബി. ജോർജി ഇറങ്ങി. ആന്നി ഇട്. ഈ ചില്ലൊന്ന് കയറ്റി വെച്ച് വെള്ളം കയറും. ഹെവി മഴയായിപ്പോയി വന്നപ്പോ. എന്തായാലും മഴക്കാല കാരണം കുഴപ്പമില്ല, എന്നാലും ഇന്ന് നല്ല മഴയുണ്ട്. ഹായ്, നമ്മൾ ബേബീസിനെ സ്കൂളിലാക്കി. അപ്പോൾ ജസ്റ്റ് വീട്ടിലേക്ക് വന്ന് കയറിയുള്ളൂ. എൻ്റെ ഒരു ഗ്ലാസ് ചായയാണിത്, ബ്ലാക്ക് ടീ ആണ്. ഇതിങ്ങനെ കുടിച്ചിരിക്കുമ്പോൾ ഒരു സമാധാനം. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ? എൻ്റെ ഒരു പുതിയ കപ്പായത്, പിങ്ക് കളർ, ഹാരി പോട്ടർ. ആൻ്റണി ജോർജിക്ക് ഹാരി പോട്ടറിൻ്റെ ഒരു സാധനം മേടിക്കാൻ പോയപ്പോഴത്തേക്കും എനിക്ക് കളർ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഭാഗമാണ്. 2 എഗ്ഗ് മസാല ആയിട്ട് ചെയ്തു. ചില്ലി ഫ്ലേക്സ്, എഗ് മസാലയും കൂടെ ഇട്ട് സോൾട്ടും കൂടെ ഇട്ടിട്ട് എടുത്തതാണ്. ഞാൻ എല്ലാ ദിവസവും 2 എഗ്ഗ് കഴിക്കാറുണ്ട്. ബിക്കോസ് എഗ്ഗ് ഒരു ശരീരത്തിന് ആവശ്യമുള്ളതാണ്, ഹെയറിന് ആവശ്യമുള്ളതാണ്, പ്രോട്ടീനാണ്. ഇപ്പം ഞാൻ ഇന്നലെ ഈവനിങ് ഒരു കുറച്ച് സീൻസ് പണി എന്ന് പറഞ്ഞിട്ട് ജോജു ജോർജിൻ്റെ ഒരു ഫിലിം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. ആദ്യത്തെ 2-3 സീൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അത് കാണണം. അത് കഴിഞ്ഞിട്ട് ബേബീസിൻ്റെ കുറച്ച് പുതിയ 2-3 ഡ്രസ്സസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ എൻ്റെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അങ്ങനെയുള്ള ഇന്നിപ്പോൾ ഇച്ചിരി പണികളാണ്. ഇന്നിപ്പോൾ കുക്കിംഗ് ആയിട്ട് നമ്മൾ കരിമീൻ കറിയുണ്ട്, ഇന്നലെ ഉണ്ടാക്കി വെച്ച കറിയുണ്ട്. പിന്നെ എന്താണ് വെജിറ്റബിളായിട്ട് ക്യാബേജ് എടുക്കണം. പിന്നെ പച്ചക്കയും ചെമ്മീനും എടുക്കണം ഉച്ചയ്ക്കത്തെ ലഞ്ചിന്. ഇതാണ്. പിള്ളേർ വലുതാകുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് ചെന്ന് ആൻ്റണിനെ ആക്കിയപ്പോൾ ആൻ്റണി എന്നെ കണ്ടു. ക്ലാസ്സിലാക്കി കഴിഞ്ഞ് ഞാൻ പോയിട്ട് പിന്നെ വീണ്ടും അവരുടെ ലഞ്ച് ബോക്സ് കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവൻ്റെ ക്ലാസ്സിൽ നിന്ന് എന്നെ കണ്ടു. പിന്നെ അസംബ്ലിക്ക് പോകണം മുന്നേ അവനൊരു കരച്ചിൽ, ഒരു ചിണുങ്ങൾ. ഞാൻ പറയും മമ്മ പിന്നെ വരാട്ടോ എന്ന് പറഞ്ഞ് പോന്നു. ഐ തിങ്ക് ഓക്കെ ആയിരിക്കും. നമ്മൾ എഗ് ഫ്രൈക്ക് വേണ്ടിയിട്ടാണ്. സിമ്പിൾ റെസിപ്പിയാണ്. ബിക്കോസ് എഗ് ഫ്രൈ വന്നിട്ട് രാവിലെ ഒരു എഗ്ഗ് കഴിക്കുന്ന പതിവുള്ള കാരണം എഗ് ഫ്രൈക്കുള്ളതാണ്. നമ്മൾ വെച്ചിരിക്കുന്നത് എഗ് മസാല, കുറച്ച് മുളക് പൊടി, ലൈറ്റ് മുളക് പൊടി, കുറച്ച് മല്ലിയില, പിന്നെ അടുത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം എഗ്ഗ്, അല്പം സോൾട്ട്,
ഭയങ്കര ടേസ്റ്റിയാണ്. ആൻറ്റി അങ്ങോട്ട് പോക്കോ, മമ്മ വരാം. ഓക്കെ ഓക്കെ, എന്നാൽ യൂണിഫോം ഇട്ട് പോകണ്ടേ നമുക്ക്? പൊക്കോ പൊക്കോ പൊക്കോ, കിച്ചണിൽ വരല്ലേ, പൊക്കോ. ലക്കിക്ക് വേറെ എണ്ണ കിച്ചണിൽ വന്ന് നിൽക്കുക. ലക്കി, നീ എൻ്റെ അടുത്ത് നിന്ന് അടി വാങ്ങിക്കോട്ടോ. ഓക്കേ, അപ്പം നമ്മൾ കണ്ടോ, വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എഗ് ഫ്രൈ. സൂപ്പർ, നല്ല ഫ്രൈ അല്ലേ? മമ്മ തരട്ടെ? പേടിയാ? അതെന്നത്തിന്? എഗ് ഫ്രൈ. ചാള തിളപ്പിക്കാൻ പോവാണ്. വെളിച്ചെണ്ണ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടെ സവാളയും കൂടെ ഒന്ന് വഴറ്റുക. തക്കാളി ആഡ് ചെയ്തു. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടിയും ഇട്ടു. ഇതിലേക്ക് അല്പം വിനീഗർ ഒഴിച്ചു. കുറച്ച് വിനീഗർ, സോൾട്ട് ആഡ് ചെയ്തു. മീൻ ആഡ് ചെയ്യണം. ഞാൻ ഉണ്ടാക്കുന്ന ചാളയാണേ. ചാള തിളപ്പിച്ചത് പുട്ടിൻ്റെ കൂടെ സൂപ്പറാണ്, ഇഡ്ഡലിയുടെ കൂടെ സൂപ്പറാണ്. പക്ഷെ ഇപ്പോഴത്തെ ചാളയ്ക്ക് ചെറിയൊരു മുള്ളുണ്ടല്ലേ? ചെല്ല മുള്ളില്ല സമയം. മൂടിയിട്ട് ഒന്ന് തിളക്കട്ടെ. ആൻറ്റി കുട്ട റെഡിയായി, ജോർജ് കുട്ട റെഡിയാവുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. എവിടെ നമ്മുടെ മക്കൾ? നോക്കട്ടെ. ആന്നി, സേ ഗുഡ് മോർണിംഗ്. ഇവിടെ നോക്ക്. വേറെ ചേട്ടാ? അതാരാ ചേട്ടാ പറഞ്ഞേ? ദേ നോക്കി, എന്നാ കാശ് എന്നാ. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഇവിടെ നോക്കി പറ. ദേ ഇവിടെ നോക്കി. മോന്റെ ഫ്രണ്ട്സ് ദേ എവിടെ? ദേ എല്ലാരും ദേ ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാരും നോക്കി ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. ഹായ് ഹായ്. Yes. What? Really? Come. Oh, thank you. Come, baby, come. What? രണ്ട് ബാഗ് ഉണ്ട്. രണ്ട് ബാഗ്. ഒന്ന് ബ്ലൂ കളർ ബാഗ്, മറ്റേ ബിയോണ്ട് ഇതിൽ കൊടുക്കാനാണ്. ബ്ലൂ ബാഗ്. റിയലി? ഇത് നമ്മൾ പ്രാഞ്ഞം വന്നിട്ട് പൊള്ളിക്കാൻ വേണ്ടി പോവാണ്. ബ്രേക്ക്ഫാസ്റ്റിനാണ് പ്രാഞ്ഞം പൊള്ളിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലിയുടെ കൂടെ ഇങ്ങനെ ഫിഷ് കഴിക്കുന്നത്. ചിലവർക്ക് ഇഷ്ടമല്ല, ആരുടെ മോർണിംഗ് അങ്ങനെ ചിലപ്പോൾ കഴിക്കത്തില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിഷ് മോർണിംഗ് കഴിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 സ്പൂൺ മുളക് പൊടി, ഇടിമുളക്, അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ടാണ് നമ്മൾ പൊള്ളിക്കാൻ പോകുന്നത്. പ്രാഞ്ഞം പൊള്ളിക്കാൻ വേണ്ടി വെച്ചു. ഇവിടെ മീൻ മുട്ട വന്നിട്ട് ചാളയുടെ മീൻ മുട്ട കിട്ടിയിട്ടുണ്ട്. അപ്പം അത് മസാലയൊക്കെ പരട്ടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നു. എൻ്റെ ഒരു ഫേവറേറ്റാണ് ഫിഷ് മുട്ട, മീൻ മുട്ട എന്ന് പറയുന്നത്. അത് ഏത് ഫിഷിൻ്റെ ആയാലും ശരി. എൻ്റെ കോമ്പിനേഷനാണിത്. ഒരു ഇഡ്ഡലി, എഗ്ഗ്, മീൻ മുട്ട, ഫിഷ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ലക്കീനെ നോക്കി എന്താ വെച്ചിരിക്കുന്നതെന്ന് വായിൽ. ലക്കീന, ചകിരി കണ്ടോ? ലക്കിക്ക് ഫിഷ് വേണ്ട, ചകിരി മതി.
അവള് ചകിരി എടുത്ത് നടക്കുക. എന്നാ ലക്കിക്ക് എന്നാ ബാ എന്നാ ലക്കി ബാ കമാൻ ലക്കി നോക്കിയിട്ട് പോവുക. എന്താണ്? മീൻ മുട്ട. ലക്കിക്ക് മീൻ മുട്ട വേണോ? എന്നാ ചുപ്പർ ജോജി പറഞ്ഞ പോലെ ചുപ്പർ മമ്മ ചുപ്പർ. എത്ര പേര് ഇഡ്ഡലിയും ഫിഷ് കറിയും കഴിക്കുന്നറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലിയും ഫിഷ് കറി, ഇഡ്ഡലി ചിക്കൻ കറി, മട്ടൻ കറിയൊക്കെ. ചാളയുടെ മുട്ട അടിപൊളി. ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ ബേബീസിനെ കൊണ്ട് സ്കൂളിൽ പോവാണ്. എവിടെയാണ് ആന്റണിക്ക് പിന്നെ കയറുമ്പോൾ തന്നെ ഇതാ ജോർജിക്കുട്ടൻ ഗുഡ് ബോയ് ആണ്. ഹായ് ചേച്ചി. ഹായ് ലോഷ്. ഹായ്. എവിടെ കാണുന്നില്ലല്ലോ, ലോഷിന്റെ തല കാണുന്നില്ലല്ലോ. എവിടെയാണ്? ഓക്കെ ആന്റണി എവിടെയാണ്? എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്ക് ഇവരെ കൂട്ടിക്കൊണ്ട് വന്ന് നമ്മൾ നേരെ ഞങ്ങൾ ജോർജിക്കുട്ടനൊരു സാധനം വാങ്ങിക്കാൻ പോവാണ്. എവിടെയാണ്? ഡിക്കാത്തലോൺ. പറഞ്ഞേ ജോർജി പറഞ്ഞ് ഡിക്കാത്തലോണിൽ പോവാ. അതൊരു സ്ഥലമുണ്ട്, അടിപൊളി സ്ഥലമാണ്, ബേബീസിന് ഇഷ്ടമുള്ള സ്ഥലം. അവിടെ സൈക്കിൾ കിട്ടും, എല്ലാം കിട്ടും, ബോള് കിട്ടും, സൈക്കിള് കിട്ടും, പിന്നെ സ്വിമ്മിങ്ങിന്റെ സാധനങ്ങൾ കിട്ടും, എല്ലാം കിട്ടും. അപ്പം ഞങ്ങൾ ഇന്ന് ജോർജി ആന്റണിക്ക് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡിക്കാത്തലോണിൽ പോയി ഒരു സാധനം മേടിക്കാൻ പോവാം. ഓക്കെ, ഏതാ വേണ്ടേ? സ്മോൾ ബൈക്ക് വേണോ? വായിലെന്താണ്? വെരി ഗുഡ്. ഓക്കെ, നല്ല വെച്ച് സ്മോൾ ബൈക്ക് മേടിക്കാം. ഓക്കെ, പയ്യെ വായിൽ മുട്ടായിട്ട് ചുമക്കല്ലേ. ചവക്ക് തുപ്പിക്കളഞ്ഞേ, അത് എടുത്ത് കളഞ്ഞേ. എന്റെ ദൈവമേ, എന്റെ മക്കളെ വായിൽ ഒരു സാധനം ഇട്ട് ചുമക്കല്ലേട്ടാ. നോ ബിയോണ്ട് ദ ബെൽ. ഓക്കെ, പറയാമോ? സേ ബൈ ബൈ. എടുത്തോ ജോർജിക്ക. കേക്ക് ഹാട്ടി വന്നിരിക്കുക. പിസ്താഷ്യോ ചോക്ലേറ്റ് ബാറാണ്. നമ്മൾ ദുബായിൽ നിന്ന് വാങ്ങിക്കത്തില്ലേ, അതിൻ്റെ തന്നെ ഇവിടുത്തെ വേർഷൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഹായ്, നമ്മൾ ബേബീസിനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഹായ് ലക്കി. ഞാൻ വിശന്നിട്ട് വയ്യ. ഞാനൊരു 10 മിനിറ്റ് മുന്നെയാണ് വന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, മാക്രോൺസ് വാങ്ങിച്ചെന്നാ. മാക്രോൺസ്. ലക്കിക്ക് മാക്രോൺസ് വേണോ? വേണോ? വിശക്കുന്നുണ്ടോ? വേണോ? സൂപ്പർ മാക്രോൺസ്. ഇനിയിപ്പം നമ്മൾ ആ കൈ കൊണ്ട് തിന്നത്തില്ല. അടിപൊളി. നമ്മളിപ്പോ കണ്ണമാലിക്ക് പോവുകയാണ്. നമ്മൾ തോപ്പുംപടി എത്തി. നമ്മളെല്ലാ മാസവും കണ്ണമാലിക്ക് പോകുന്നതാണ്. കണ്ണമാലി ഔസപിതാവിന്റെ പള്ളിയിലേക്കാണ് പോകുന്നത്. സെന്റ് ജോസഫ് ചർച്ച് കണ്ണമാലി. രണ്ടുപേർക്കും കോൾഡാണ്. സ്കൂളിൽ നിന്ന് വന്നിട്ട് 2 പേർക്ക് കോൾഡാണ്. മെഡിസിൻസ് മേടിക്കണം. അപ്പോൾ നമ്മൾ കണ്ണമാലിയിൽ വന്നിരിക്കുവാണ്, ഔസപിതാവിന്റെ പള്ളിയിൽ. ഷോപ്പിന്റെ പേര് വെസ്റ്റേൺ. ഓക്കെ, തോപ്പുംപടിയിലല്ലേ? തോപ്പുംപടി. നല്ലൊരു സ്കേർട്ടാണ് എടുത്തിരിക്കുന്നത്.
ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇന്നിപ്പോൾ ഫ്രൈഡേ ആയിട്ട് ആന്നി സ്കൂളിൽ പോയി. ഇവിടെ നോക്കിക്കേ ആന്നി. ജോജി പോകുന്നില്ല. ജോജിക്ക് ഭയങ്കര ജലദോഷം പനിയാണ്. ആന്നിക്ക് കുഴപ്പമില്ല. ആന്നി ഓക്കെയാണ്. ആന്നിക്ക് ഇന്ന് യോഗ ഡേ ആണ്. ആന്നി യോഗ ഡേ കാരണം യോഗ ഡ്രസ് വൈറ്റ് കുത്തില്ലേ, മോൻ കൊടുത്തല്ലേ? ആ പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഡോണ്ട് സേ ദാറ്റ്. ഓക്കെ, ഞങ്ങൾ സ്കൂളിൽ കൊണ്ട് ആക്കാൻ പോവാണ്. ഇറങ്ങിക്കോ. ആന്റണി മാത്രമല്ല ഇന്ന്, ജോജി ഇല്ല. ബൈ ബൈ. അടച്ചോ അടച്ചോ. ബൈ 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 അനി ബൈ. നമ്മളിപ്പോ അബ്രോൺ മോളിൽ വന്നിരിക്കുന്ന ഒരു ഫിലിം കാണാനായിട്ട്. സിബി വരും. ഇഷ്ടപ്പെട്ടോ? സൂപ്പർ സൂപ്പർ കാർ ലെക്സസ്. നമ്മൾ ഒബ്രോൺ മോളിൽ വന്നിരിക്കുകയാണ് ഫിലിം കുബേര കാണാനായിട്ട്. ബാ അനി ബാ ബാ. ഒന്നുമില്ല, നീ എന്തോ പറഞ്ഞല്ലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ മൺഡേ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി വിടുവാണ്. ഒരു വീക്ക് സാറ്റർഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ജോർജിക്ക് വയ്യായിരുന്നു, എനിക്ക് വയ്യായിരുന്നു, എല്ലാവർക്കും കോൾഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നൗ ദേ ആർ ഓക്കെ. അവരെ ബേബീസിന് ഇപ്പം സ്കൂളിൽ അവർക്ക് 9 o'clock സ്റ്റാർട്ട് ആവും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ നമ്മൾ കൊണ്ടുപോയി സ്കൂളിൽ വിടുവാണ്. വീട്ടിൽ വരുന്ന ശേഷം ഞാൻ സൂപ്പറായിട്ട് ഒരു പൊട്ടിക്കറി വെച്ചിട്ടുണ്ട്, അത് കഴിക്കണം. അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ.